പല ഇലക്ട്രീഷ്യന്മാരും എന്നോട് പറയുന്നുണ്ട് സോൾഡർ ചെയ്യാൻ ഇതാണ് ചാനലിൻ്റെ ഉള്ളിലിട്ടിട്ട് സോൾഡർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളതെന്ന്. ഈ ഹാർപ്പിക് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾഡർ ചെയ്യാൻ കഴിയും. അത് വളരെ എളുപ്പത്തിൽ തന്നെ. എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ഇങ്ങനെ സോൾഡർ ചെയ്യുമ്പോൾ സോൾഡർ പിടിക്കാണ്ടിരിക്കുന്ന പ്രശ്നം പല ഇലക്ട്രീഷ്യന്മാരും ഇപ്പോൾ ഇതാക്കുന്നതാണ്. ഇതിന് നമുക്കൊരു സൊല്യൂഷനുണ്ട്. ഇതാ ഇതിലേക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. ഉണ്ടോ ഇതുപോലെ കണ്ടായിരുന്നോ? വേഗത്തിലാവുന്നുണ്ടോ? ഇനി നമുക്കിതിലേക്ക് സോൾഡർ ചെയ്യാം. എത്ര സ്ട്രോങ് ആയിട്ടല്ലേ സോൾഡർ ആയത്. ഇത് സ്ട്രിപ്പ് ബാറ്ററി ഇത് രണ്ടെണ്ണത്തിലും മേക്ക് മാത്രം അതാണ്. ഈ മെത്തേഡ് ഒരിക്കലും നിങ്ങൾ PVC ബോർഡിൽ ഉപയോഗിക്കരുത്. കാരണം PVC ബോർഡിൽ ഇത് ഹാർപ്പിക് ഉപയോഗിക്കുന്നതോടുകൂടി ഓക്സിഡേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് അവിടെ കൊറോഷൻ ഹാപ്പൻ ആവുന്നത്. അതുകൊണ്ട് PVC ബോർഡിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റിമൈനിങ് ഉള്ള ഹാർപ്പിക്ക് ആ ബോർഡിനെ കംപ്ലീറ്റ് ടൈം പീരീഡിൽ ഇല്ലാതാക്കും. സോ സ്ട്രിപ്പിലേക്കും നമ്മുടെ സാധാരണ ഈ ബാറ്ററി ഇല്ലേ, ഇൻവെർട്ടറിൻ്റെ ബാറ്ററി, അതിലേക്കൊക്കെ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇത് ലോങ് ടൈം അല്ല കേട്ടോ, ഷോർട്ട് ടൈം ആണ്. ഒരു 1.5 കൊല്ലമൊക്കെ സുഖമായിട്ട് അങ്ങനെ ഇരിക്കും, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇത് ഒരിക്കലും സയൻറ്റിഫിക്കലി ഹാർപ്പിക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിന് ഫ്ലെക്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്ലെക്സ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഒരു പൊടി വിദ്യ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ. പല ഇലക്ട്രീഷ്യന്മാരും എന്നോട് പറയുന്നുണ്ട് സോൾഡർ ചെയ്യാൻ ഇതാണ് ചാനലിൻ്റെ ഉള്ളിലിട്ടിട്ട് സോൾഡർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളതെന്ന്. അവർക്ക് വേണ്ടിയിട്ടൊരു പൊടി ടിപ്പൊന്ന് മാത്രം കണ്ടാൽ മതി. ഇതൊരിക്കലും സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള കാര്യമേ അല്ല. ഇതിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ബൈ.